ഇത് കുറെ കാലം പഴക്കമുള്ളൊരു തൂക്കുപാലായിരുന്നു. ഇപ്പൊ ആ തൂക്കുപാലൊന്നും കാണാനില്ല കേട്ടോ. ഞങ്ങൾ പണ്ടൊക്കെ വരുമ്പോൾ ഈ തൂക്കുപാലത്തിന്റെ മുകളിൽ കൂടി നടക്കുകയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു ഏരിയ ഒക്കെ ഇനി ഓർമ്മയാവാൻ പോവാണ്. ഇത് കോഴിക്കോട് ജില്ലന്റെ ലാസ്റ്റ് അതിർത്തി ആട്ടോ. അതായത് ഈ മുണ്ടക്കൈ ചൂരൽമല എന്നൊക്കെ പറയുന്ന സ്ഥലം ആ ഭാഗത്താണ്. അതുപോലെ തന്നെ കള്ളാടി ഈ ഭാഗത്താണ്. കള്ളാടി മേപ്പാടി സൈഡ് ഈ ഭാഗമാണ്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മളെ തുരങ്കം തുടങ്ങുന്നത്. വയനാട് ടണൽ, അതായത് ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി ടണൽ പ്രൊജക്ടിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വാർത്തകളിലും റീൽസിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ പല സ്ഥലത്തു നിന്നും പല ആളുകളും ഇത് കാണാൻ വേണ്ടി ഇവിടെ എത്താറുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ പുറത്തു നിന്നൊക്കെ, അതായത് ദൂരത്തു നിന്നൊക്കെ വന്നിട്ട് ഇത് കാണാൻ പറ്റാതെ മടങ്ങി പോകുന്നുണ്ട് കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് ആളുകൾ വന്ന് റീൽസും വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഇവിടെ വിസിറ്റേഴ്സിന്റെ എണ്ണം കൂടിയതുകൊണ്ടും പിന്നെ അത് മാത്രമല്ല പ്രൊജക്ട് വർക്കിന്റെ ഭാഗമായിട്ട് പാറ പൊട്ടിക്കലും ബ്ലാസ്റ്റിംഗ് ഒക്കെ നടക്കുന്നതുകൊണ്ടും ആണ് ഇപ്പൊ ഉള്ളിലോട്ട് ആളെ കടത്തി. തുരങ്കം തുടങ്ങുന്നത് ആനക്കാമ്പോയിൽ മുത്തപ്പമ്പുഴ മുറിപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലം. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് ഒന്നല്ലായിരുന്നു, പക്ഷെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ടായിരുന്നു. ഇതൊരു ഹിഡൻ സ്പോട്ട് ആയിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ആഗസ്റ്റ് 31-ാം തീയതി കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയും കോഴിക്കോടിന്റെയും വയനാടിന്റെയും അഭിമാനമാവാൻ പോകും കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ചത്. സംസ്ഥാനം നേടിയ വികസന കുതിപ്പിൽ പുതിയൊരു അധ്യായത്തിനു കൂടി ഈ മാസം 31-ന് തുടക്കമാവുകയാണ്. ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത 8.1 കിലോമീറ്റർ ആണ് ആനക്കാമ്പോയിൽ മുതൽ കള്ളാടി വരെയുള്ള ഈ ഇരട്ട തുരങ്കപാതയുടെ നീളം. 2134.5 കോടി രൂപ ചെലവിട്ടാണ് ഈ ഇരട്ട തുരങ്കപാത നിർമ്മിക്കുന്നത്. മലബാറിന്റെ മലയോരങ്ങളിലെ പുത്തൻ പ്രതീക്ഷ, ചുരം തുറന്നൊരു ചരിത്ര മുന്നേറ്റം, കേരളത്തിന്റെ അത്ഭുതങ്ങളിലൊന്ന്.